കേരളത്തിൽ വീണ്ടും നിപ്പ മരണം ഉണ്ടായിരിക്കുകയാണ്. മലപ്പുറം പാണ്ടിക്കാട് ചികിത്സയിലായിരുന്ന 14 വയസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം നിപ്പ ബാധിച്ചു മരിച്ചത്. ഇത് 5ാം തവണയാണ് സംസ്ഥാനത്ത് നിപ്പ വൈറസ് ബാധയുണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിപ്പയെ പ്രതിരോധിക്കാൻ നമ്മൾ കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിച്ചേ മതിയാവും. ഹെനിപ്പ വൈറസ് ജീനസിലെ നിപ്പ വൈറസ് പാരാമിക്സോ വൈറിഡെ ഫാമിലിയിലെ അംഗമാണ്. ഒരു RNA വൈറസാണിത്. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ആയിരിക്കും ഇത് മനുഷ്യരിലേക്ക് പകരുന്നത്. അസുഖബാധയുള്ളവരെ പരിചരിക്കുന്നത് വഴിയും രോഗം പകരാൻ സാധ്യതയുണ്ട്. വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന കാലയളവ് അല്ലെങ്കിൽ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 4 മുതൽ 14 ദിവസം വരെയാണ്, അതായത് 2 ആഴ്ച. ചില സാഹചര്യങ്ങളിൽ ഇത് 21 ദിവസം വരെയും ആകാറുണ്ട്. രോഗബാധ ഉണ്ടായാലും ലക്ഷണങ്ങൾ വ്യക്തമാകാൻ ഇത്രയും ദിവസങ്ങൾ തന്നെ വേണം. പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവും ഒക്കെയാണ് ലക്ഷണങ്ങൾ. ചുമ, വയറുവേദന, മനംപീരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച 1-2 ദിവസങ്ങൾക്കകം തന്നെ കോമ അവസ്ഥയിലെത്താനും സാധ്യതയുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് ഉണ്ടാവാനും വലിയ സാധ്യതയാണുള്ളത്. തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നും എടുക്കുന്ന സാമ്പിളുകൾ RT-PCR പരിശോധന വഴിയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. അസുഖം വന്നതിന് ശേഷമുള്ള ചികിത്സ മിക്കവരിലും അതിസങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് നിപ്പ പകരാതിരിക്കാൻ സ്വീകരിക്കേണ്ടതെന്ന് നോക്കാം. വവ്വാൽ കടിച്ച പഴങ്ങളോ മറ്റോ സ്പർശിക്കാനോ കഴിക്കാനോ പാടില്ല. വവ്വാലിൻ്റെ ആവാസ കേന്ദ്രങ്ങളിലേക്കും കഴിവതും പോവരുത്. കൃത്യമായി മാസ്ക് ഉപയോഗിക്കുക. സാമൂഹിക അകലം പാലിക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡ് എടുത്ത് നന്നായി കഴുകുക. ഇത് ലഭ്യമല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കണം. രോഗിയുമായി 1 മീറ്ററെങ്കിലും ദൂരം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്ത് നിന്നും അകലം പാലിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ തന്നെ നിപ്പയെ പൂർണ്ണമായും പടിക്ക് പുറത്തു നിർത്താൻ നമുക്ക് കഴിയും. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. 2018 കേരളത്തിൽ ആദ്യമായി നിപ്പ രോഗബാധയുണ്ടായത്. മസ്തിഷ്ക ജ്വരം ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒരാൾക്ക് നിപ്പ രോഗബാധയാണെന്ന് സംശയത്തെ തുടർന്ന് ഡോക്ടർമാർ ശ്രമം പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. 2018, 2019, 2021, 2023 വർഷങ്ങളിലാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 2023 സെപ്റ്റംബറിലാണ് ഒടുവിൽ രോഗബാധയുണ്ടായത്. വവ്വാലുകളിലെ വൈറസ് സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞ വർഷം പഠനം നടത്തിയിരുന്നു. 2023 ഫെബ്രുവരി, ജൂലൈ, സെപ്റ്റംബർ മാസങ്ങളിൽ ശേഖരിച്ച സ്രവങ്ങളിൽ 20% വൈറസ് സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു.